نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين ഏറെ സ്നേഹം പറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരമകാരുണികനും കരുണാവാരിധിയുമായ പടച്ചതമ്പുരാന്റെ വിധിയും വിലക്കുകൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് ഏറ്റവും നല്ലവരായി ജീവിക്കണമേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു ആ നിലക്ക് ജീവിക്കാനും അപ്രകാരം ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനും ആരാരുമില്ലാത്ത പരലോകത്ത് പ്രസന്നമായ മുഖത്തോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ കണ്ടുമുട്ടുവാനുമുള്ള മഹത്തായ സൗഭാഗ്യം റബ്ബ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം ഓരോന്നിനും അതിൻ്റെതായ മഹത്വങ്ങളും പ്രാധാന്യവും നൽകിയിട്ടുണ്ട്. ചില പ്രവാചകന്മാർക്ക്
മറ്റു ചില പ്രവാചകന്മാരെക്കാൾ മഹത്വവും ശ്രേഷ്ഠതയും നൽകിയിട്ടുണ്ട്. ചില സ്വഹാബിമാർക്ക് മറ്റു ചില സ്വഹാബിമാരെക്കാൾ ചില സമയങ്ങൾക്ക് മറ്റു ചില സമയത്തേക്കാൾ ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളെക്കാൾ മഹത്വവും പ്രാധാന്യവും ഇസ്ലാമിലുണ്ട്. അതുപോലെ തന്നെ ചില മാസങ്ങൾക്ക് മറ്റു ചില മാസങ്ങളെക്കാൾ വലിയ പ്രാധാന്യം പരിശുദ്ധ ദീന് നൽകിയിട്ടുണ്ട്. ആ നിലക്ക് അല്ലാഹു തആല ശ്രേഷ്ഠതയും മഹത്വവും പ്രാധാന്യവും നൽകിയ മാസമാണ് സഹോദരങ്ങളെ മുഹറം മാസം. അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തിലെ മുഹറം മാസത്തിലെ ആദ്യത്തെ ജുമഅയിലാണ് നാം ഓരോരുത്തരുമുള്ളത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഒരു മാസത്തിനുള്ളത്? അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അല്ലാഹു വലിയ പവിത്രത നൽകിയ മാസമാണ് ഇത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം അത് 12 എന്നു മുതലാണിത് തുടങ്ങിയത്? അല്ലാഹു പറയാണ്, യൗമ ഖലഖസ് സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ ദാലിക ദീനുൽ ഖയ്യിം. പ്രസവം പറയാണ്, അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം അത് 12 എന്നു മുതലാണിത് തുടങ്ങിയത്, ആരംഭിച്ചത് എന്നറിയുമോ? യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതലേ അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിലാകട്ടെ 4 മാസങ്ങളേറെ പവിത്രവുമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതത്രേ സൗവായ മതം, അതത്രേ വക്രതയില്ലാത്ത മതം എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലേ മാസങ്ങളുടെ എണ്ണം അത് 12. അതിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്നും അല്ലാഹു തആല നമ്മളെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഏതൊക്കെയാണ് ആ പവിത്രമായ 4 മാസങ്ങൾ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള് അസ്സന 12 ശഹ്റ മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതലേ അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12. മിൻഹാ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ 4 മാസങ്ങളേറെ പവിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു. അതിലൊന്ന് ദുൽഖഅദ് മാസമാണ്, രണ്ടാമത്തേത് ദുൽഹിജ്ജ മാസമാണ്, പിന്നെയൊന്ന് മുഹറം മാസമാണ്, മറ്റൊന്ന് റജബ് മാസമാണ് എന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ്. അപ്പൊ ഈ ആയത്തിൽ നിന്നും
ഈ ഹദീസിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹറം മാസത്തിന് അല്ലാഹു തആല പവിത്രത നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസം പവിത്രമാണ് എന്ന നിലക്ക് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചർച്ച വരികയാണ്. എന്താണ് ചർച്ച? ഹിജ്റ കലണ്ടറിൽ ഏതു മാസമാണ് ആദ്യം തെരഞ്ഞെടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടത് എന്ന ഒരു ചർച്ച വരുന്നു. സ്വഹാബികളെല്ലാവരും മുഹറം മാസം ഒന്നാമത്തെ മാസമായി അവരോരോരുത്തരും തെരഞ്ഞെടുക്കുകയാണ്. സ്വഹാബികൾ തീരുമാനിച്ചതിൽ മഹത്വമുണ്ട് എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജ്റ കലണ്ടറിലെ ഏറ്റവും ഒന്നാമത്തെ മാസമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അവര് മുഹറം മാസത്തെ അവര് തെരഞ്ഞെടുക്കുകയാണ്. മാത്രമല്ല, ഈ മാസത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ഈ മാസം ഷഹറുള്ളയാണ്. എന്താ ഷഹറുള്ള എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ മാസമാണ്. ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭവനം. നാഖത്തുള്ള, അല്ലാഹുവിന്റെ ഒട്ടകം. ഇതേപോലെ ഷഹറുള്ള, അല്ലാഹുവിന്റെ മാസം എന്ന പേരിലാണ് ഈ മാസം അറിയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹറുല്ലാഹി മുഹറം. റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് മുഹറം മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നോമ്പുകളുള്ളത്. തസ്വാഇന്റെയും ആശുറയിന്റെയും നോമ്പ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅഫ്ളലു സ്വലാത്ത് ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രി നമസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. ഈ 2 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ അറിയിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഷഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമായ മുഹറം എന്നതാണ് ഈ മാസത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടെ നോമ്പ് നോറ്റ മാസമാണ് ഈ ഒരു മുഹറം മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു സിയാമി അഫ്ളൽ ബഅദ റമളാൻ. നബിയേ, റമളാനിൽ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് ഏതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് നൽകിയ മറുപടി ഷഹറുല്ലാഹിൽ ലദീ തദഊനഹു മുഹറം. അല്ലാഹുവിന്റെ മാസം എന്ന പേരിൽ നിങ്ങൾ വിളിക്കപ്പെടുന്ന മുഹറം മാസത്തിലെ നോമ്പിനാണ് റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രാധാന്യത്തോടുകൂടെ നോമ്പ് നോറ്റ മാസവും റമളാൻ കഴിഞ്ഞാൽ പിന്നെ അത് മുഹറം മാസത്തിലാണ് എന്ന് ഹദീസുകള് നമ്മളെ പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തൊരു കാര്യം, ലോകത്തിലേക്ക് വന്ന ഉന്നതന്മാരായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ പല നിലക്കുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്
അല്ലാഹു തആല രക്ഷപ്പെടുത്തിയ മാസമാണ് ഈ മുഹറം മാസം എന്ന് പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം പ്രബോധനം നടത്തിയ ഒരു പ്രവാചകനാണ്. ആ പ്രവാചകനെ അദ്ദേഹത്തിന്റെ സ്വഹാബിമാരെയും അല്ലാഹു തആല അതിശക്തമായ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസമാണ് മുഹറം മാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അദ്ദേഹം ആഴക്കടലിലാണ് എന്ന് മാത്രമല്ല, ആഴക്കടലിലെ വലിയ ഒരു മത്സ്യത്തിന്റെ തിമിംഗലത്തിന്റെ വയറ്റിലാണ് അദ്ദേഹം ഉള്ളത്. ആ സമയത്തും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആത്മാർത്ഥമായി വിളിക്കുകയാണ്, പടച്ചോനെ ഞാൻ പ്രയാസത്തിലാണ്, അതുകൊണ്ട് നാഥാ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നു. ഈ ദിവസവും മുഹറം 10 മുഹറം മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സ്വഹാബിമാരെയും വധിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. മൂസാ നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ സ്വഹാബിമാരും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം മുന്നിലുണ്ട്, അദ്ദേഹത്തിന്റെ പിറകിൽ സ്വഹാബിമാരുണ്ട്, അവരുടെ തൊട്ട് പിറകിലാകട്ടെ ഫറോവയും കൂട്ടരുമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സ്വഹാബിമാര് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മൂസേ ഇനി എവിടേക്കാ നമ്മൾ രക്ഷപ്പെടുക? ഇനി എവിടേക്കാ നമ്മൾ ഓടി ഒളിക്കുക? നമ്മുടെ തൊട്ട് മുന്നിലാണെങ്കിൽ അലറി തിമർക്കുന്ന ഈ ചെങ്കടൽ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ പിറകിലാണെങ്കിൽ ആക്രോശിച്ചു കൊണ്ടുവരുന്ന ഫറോവയും കൂട്ടരുമുണ്ട്. നമ്മൾ എവിടേക്കാണ് രക്ഷപ്പെടുക? പരിശുദ്ധ ഖുർആൻ അത് വിശദീകരിക്കുന്നുണ്ട്. ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി വിശദീകരിക്കുകയാണ്. രണ്ട് സംഘങ്ങളും ഇങ്ങനെ ഒരുമിച്ച് വരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, മൂസേ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു തന്റെ സ്വഹാബിമാരോട്, ഖാല കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ എന്തിനാണ് ബേജാറാകുന്നത്? നിങ്ങൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാവില്ലയോ? അവൻ നമുക്കൊരു മാർഗം കാണിച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടരുത് എന്ന് പറയുന്നു. فأوحينا إلى موسى أن اضرب بعصاك البحر فانفلق فكان كل فرق كالطود العظيم. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലുള്ള വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ വേണ്ടി പറയുന്നു. മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള വടി അത് സമുദ്രത്തിൽ അടിക്കുന്നു. എന്നിട്ടോ ആ സമയത്ത് ആ സമുദ്രം പർവ്വത സമാനമായ രണ്ടു പൊളികളായി മാറുകയാണ്. وأنجينا موسى ومن معه أجمعين ثم أغرقنا الآخرين. മൂസാ നബി അലൈഹിസ്സലാമിനെയും കൂട്ടരെയും ആ വെള്ളത്തിൽ നിന്ന് ആ രണ്ട് ഭാഗങ്ങളാക്കി സമുദ്രത്തിന്റെ വെള്ളത്തെ അല്ലാഹു തആല മാറ്റി നിർത്തി ആ ഭാഗത്തിലൂടെ അവരോട് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു. ഫിർഔനിനെയും കൂട്ടരെയും അല്ലാഹു തആല ആ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഭവം നടന്നതും സഹോദരങ്ങളെ മുഹറം മാസത്തിലാണ്.
എന്ന് കൃത്യമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസമാണ് ഈ ഒരു മുഹറം മാസം. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? ഈ മാസത്തെ ആളുകൾ ഇന്ന് നഹസായി കാണുകയാണ്. ഒന്നിനും പറ്റാത്ത ഒരു മാസമായി ഈ മാസത്തെ കാണുന്നു. അശുഭ ലക്ഷണത്തിന്റെ മാസമായി, ദിവസങ്ങളായി ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കല്യാണം, മുഹറം 10 കഴിയട്ടെ എന്നിട്ടേ കല്യാണം പറ്റുള്ളൂ. മുഹറം 10 കഴിയാതെ സൽക്കാരം പാടില്ല. ഗൾഫിലേക്ക് പോകാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനോ പാടില്ല. പുതിയൊരു വീട് അതിന് തറയിടാനോ ആ വീട്ടിൽ മാറി താമസിക്കാനോ പാടില്ല എന്ന നിലയ്ക്ക് ഈ ഒരു മാസത്തിന് വലിയ നഹസ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ, സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. ഇങ്ങനൊരു സമ്പ്രദായം ഇസ്ലാമിലുണ്ടോ? ഇങ്ങനൊരു കാര്യം ഇസ്ലാമിലുണ്ടോ? എന്തൊക്കെ അനാചാരങ്ങളാണ് ഇന്ന് ആളുകൾക്കിടയിൽ കാണാൻ കഴിയുന്നത്. രാവിലെ ഇങ്ങനെ ഒരാൾ യാത്ര ചെയ്യുമ്പോ നിങ്ങൾ എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ആ ദിവസത്തിൽ പിന്നൊന്നും നടക്കൂല എന്ന വിശ്വാസം. രാവിലെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഒരു കറുത്ത പൂച്ചയോ കറുത്ത പട്ടിയോ മുന്നിലേക്ക് ചാടിയാൽ ആ സമയത്തൊക്കെ ആ ദിവസത്തിൽ ഇനി ഒന്നും നടക്കുകയില്ല എന്ന തോന്നലോടുകൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. കുറ്റിച്ചെവിളാൻ എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അത് ശബ്ദമിട്ടാൽ, അതൊന്ന് ഒച്ചയുണ്ടാക്കിയാൽ, കാക്കയൊന്ന് കുറകിയാൽ, അല്ലെങ്കിൽ പല്ലിയൊന്ന് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ഒക്കെ പ്രത്യേകമായ വിശ്വാസത്തോടുകൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന സമൂഹത്തെ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. മുസ്ലിങ്ങളുടെ പൊത്തക്കുത്തക അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കലണ്ടറുകളിൽ പോലും സഹോദരങ്ങളെ ദുൽഹജ്ജ് 10 ഏതാണ് ആ ദിവസം? ഏറ്റവും പവിത്രമായ ബലിപെരുന്നാളിന്റെ ദിവസത്തിന് പോലും നഹസ് കൽപ്പിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് പണ്ഡിത മതം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസുബ്ബു ദഹ്റു ഇന്നമാ അന ദഹ്റു. നിങ്ങൾ ഒരിക്കലും തന്നെ കാലത്തെ ചീത്ത വിളിക്കരുത്. ആ ദിവസം അങ്ങനെയാണ്, ഈ ദിവസം ഇങ്ങനെയാണ്, ഈ ദിവസം കുഴപ്പമില്ല, ആ ദിവസത്തിൽ പോകരുത്, മറ്റേ ദിവസത്തിൽ ഇങ്ങോട്ട് വരരുത് എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം ഇന്നമാ അന ദഹ്റു, ഞാനാണ് കാലം. അല്ലാഹു പറയാണ്, നിങ്ങൾ ഒരിക്കലും കാലത്തെ തെറി വിളിക്കരുത്, ചീത്ത വിളിക്കരുത്, ഞാനാണ് കാലം. മാത്രവുമല്ല, പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ദിവസങ്ങൾക്ക് നഹസ് കാണുക എന്നത് ഇന്ന മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം. പണ്ഡിതന്മാര് പറയാണ്, ഇത് യഹൂദികളുടെ സമ്പ്രദായമാണ്. ദിവസങ്ങൾക്ക്, മാസങ്ങൾക്ക്, വർഷങ്ങൾക്കൊക്കെ നഹസ് കാണുന്നത് ഇത് യഹൂദികളുടെ സമ്പ്രദായമാണ്. ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ, ഇത് മുസ്ലിമീങ്ങളുടെ ചര്യയിൽപ്പെട്ട വിഷയമല്ല. അൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം, തങ്ങളുടെ സട്ടാവും സംരക്ഷകനും അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനും ഇത് ഭൂഷണമല്ല എന്ന് കൃത്യമായി ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വമയ്യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, അല്ലാഹു ആദരിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നിനെ ആദരിക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാനുണ്ട് എന്നതിന്റെ തെളിവാണ് എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ അറിയിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിന്റെ ശ്രേഷ്ഠതയും ഇതിന്റെ മഹത്വവും കൃത്യമായി നാം ഓരോരുത്തരും മനസ്സിലാക്കുകയും ഇതിന് നഹസ് കണ്ട സമ്പ്രദായം ഇത് ജൂതന്മാരിൽ നിന്നും പിൽക്കാലത്ത് ഷിയാക്കളിൽ നിന്നും വന്നതാണ് എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നവരായി മാറാനും നമുക്ക് കഴിയണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അല്ലാഹുവിന്റെ വിധിയും വിലക്കുകളും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നന്നായി പാലിച്ച് നല്ലവരായി ജീവിക്കണേ എന്ന് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, അറബി മാസ കലണ്ടർ പ്രകാരം
നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങളെമ്പാടും നമ്മളിൽ നിന്ന് അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ സാഹചര്യം എന്താണ് എന്നത് ഈ നേരത്ത് നാം ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ടതുണ്ട്. ഇന്നലകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. ആ നിലക്കൊരു ചിന്തയോടുകൂടെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ഈ നേരത്ത് നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നമ്മളെ അറിയിച്ചൊരു കാര്യം, ദുനിയാവ് എത്ര വേഗത്തിലാണ് മനുഷ്യരെ നിങ്ങളിൽ നിന്ന് യാത്രയായി കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരലോകമാകത്തെ എത്ര വേഗത്തിലാണ് നിങ്ങളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിനും ആളുകളുണ്ട്, പരലോകത്തിനും ആളുകളുണ്ട്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും പരലോകത്തിന്റെ ആളുകളായി നിങ്ങൾ ഓരോരുത്തരും മാറണേ. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ. വെറും ഒരു ദുനിയാവിന്റെ ആളായി നിങ്ങൾ ഒരിക്കലും മാറരുത് എന്ന് അദ്ദേഹം നമ്മളെ അറിയിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മനുഷ്യരെ, ഇന്ന് നിങ്ങൾ അമല് ചെയ്യേണ്ട ദിവസങ്ങളാണ്. വലാ ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വിചാരണയില്ല. വഗദൻ. എന്നാൽ നാളെ ഹിസാബുൻ. നാളെ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഹിസാബ് വന്നേക്കാം, വിചാരണ വന്നേക്കാം. വലാ അമൽ. എന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അമല് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട്, നിങ്ങളുടെ നാവ് ചലിപ്പിച്ച് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പോലും നിങ്ങൾക്ക് പറയാൻ സാധ്യമല്ലാത്ത സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങൾ ഒരുങ്ങിക്കോ, പരലോകത്തിന് വേണ്ടി തയ്യാറായിക്കോ എന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി പവിത്രമായ ഈ ഒരു മാസത്തെ പരമാവധി എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട യുവാക്കളോട് ഈ സമയത്ത് എനിക്ക് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ലോകം ഇന്ന് മൊത്തത്തിൽ ഫുട്ബോൾ ലഹരിയിലാണ്. കളിക്കുന്നതിനും കളി കാണുന്നതിനും ഒന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവചിന്ത, പരലോകബോധം നഷ്ടപ്പെടുന്ന ഒരു വിനോദം അതൊരിക്കലും ഒരു മുഅ്മിനിന് ഭൂഷണമല്ല. നമസ്കാരം നഷ്ടപ്പെടുന്ന സാഹചര്യം ഒരിക്കലും ഈ ഒരു കളിക്കമ്പത്തിനിടയിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. വയോധികരായ മാതാപിതാക്കൾ നമ്മുടെ വീടുകളിലുണ്ട്. ഒരു ഗുളികയുടെ റാപ്പർ ഒന്ന് തുറന്ന് അതിൽ നിന്ന് ഒരു ഗുളിക പൊട്ടിച്ചെടുക്കാൻ പോലും കയ്യിന് ശേഷിയില്ലാത്ത മാതാപിതാക്കൾ പല വീടുകളിലുമുണ്ട്. ആ വാപ്പാന്റെയും ഉമ്മാന്റെയും കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ ക്ലബിൽ ഇങ്ങനെ രാപ്പകലില്ലാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ കളി ഒരൽപ്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ വലിയ തർക്കങ്ങൾ പല ക്ലബുകളിൽ നിന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞ് അത് പിന്നീട് വാക്കേറ്റമായി കോലാഹലങ്ങളായി വലിയ പ്രതിസന്ധികളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളും ചിലയിടങ്ങളിലെങ്കിലുമുണ്ട്. അത്തരം ഒരു സാഹചര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതോടൊപ്പം തന്നെ പല ക്ലബ്ബുകളിലും 3:30ക്കും 4 മണിക്കുമൊക്കെ പല നിരക്കുള്ള ഒച്ചപ്പാടുകൾ കൃത്യമായി നമുക്ക് കേൾക്കാൻ കഴിയും. നമ്മുടെ ക്ലബിന്റെ സമീപ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീടുകളിൽ മാരകമായ രോഗങ്ങൾ ബാധിച്ച് ഒരുപക്ഷെ ഗുളികയൊക്കെ കുടിച്ച് ഉറക്കത്തിലേക്ക് പ്രവേശിച്ച രോഗികൾ ഉണ്ടാവാം. അതുപോലെ തന്നെ കുഞ്ഞു മക്കളുണ്ടാകാം. ഗർഭിണികളായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുണ്ടാകാം. ഇവർക്കൊക്കെ പ്രയാസമാകുന്ന രൂപത്തിലുള്ള ഒച്ചപ്പാടുകളും ബഹളങ്ങളും നമ്മുടെ ഭാഗങ്ങളിൽ നിന്ന് ഇല്ലാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ബെറ്റ് വെക്കുക, പന്തയം വെക്കുക. ഇന്ന് ഈ ടീം ജയിച്ചാൽ ഞാൻ ഇത്ര തരാം, അത് തോറ്റാൽ ഞാൻ ഇത്ര നിനക്ക് തരാം എന്ന നിലക്കുള്ള പന്തയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വിഷയം